നമസ്കാരം. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് തൻ്റെ കന്നി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബജറ്റിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട്. സ്വാഭാവികം. മറ്റ് ബജറ്റുകളിൽ ഉള്ള ജാർഗൺസൊക്കെ ഇതിലുമുണ്ട്. ചില കാര്യങ്ങളൊക്കെ എങ്ങനെ നടപ്പിലാക്കുമെന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുമില്ല. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഗ്യാരണ്ടിക്ക് 10 കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. അതൊക്കെ എങ്ങനെ സാധിക്കും? മെഡിസിപ്പ് പോലും അവതാളത്തിലായിരിക്കുമ്പോൾ അതൊക്കെ എങ്ങനെ സാധിക്കും എന്ന സാങ്കേതിക പ്രശ്നങ്ങൾ ബാക്കിയാകുമ്പോഴും ഈ ബജറ്റ് അസാധാരണമായ ഉൾക്കാഴ്ചയോടെ, അസാധാരണമായ വിഷനോടെ രൂപം കൊടുത്തതാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ബജറ്റ് എന്നത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നമുക്ക് പിടികിട്ടാത്ത കുറേ ജാർഗൻസ് ഒക്കെ ഉപയോഗിച്ച് കബളിപ്പിച്ച് അവതരിപ്പിച്ചു കൊണ്ടിരുന്ന കാലം മാറുകയാണ്. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പച്ചയ്ക്ക് മനുഷ്യജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കും എന്ന് ഈ ബജറ്റിലൂടെ പറഞ്ഞു തരുന്നു. നാട് നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികളെ അക്കമിട്ട് നിരത്തി അതിൽ നിന്നും കരകയറാനുള്ള മാർഗങ്ങൾ അത് 1 വർഷത്തേക്കല്ല, വരുന്ന 5 വർഷത്തേക്ക് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ് ഈ ബജറ്റ്. ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പതിവ് പോലെ എല്ലാ ബജറ്റുകളിലും ഉൾപ്പെടുന്ന വരവും ചെലവും ആസൂത്രണവും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ബജറ്റിൻ്റെ ലക്ഷ്യം ഇനി വരാൻ പോകുന്ന 5 വർഷം എന്തിവിടെ സംഭവിക്കും എന്നതിൻ്റെ സൂചന അല്ലെങ്കിൽ തുടക്കമാണ് എന്നതാണ്. വാസ്തവത്തിൽ വിഷനില്ലാത്ത ഭരണാധികാരികൾ നമ്മുടെ നാട് ഭരിച്ചതുകൊണ്ട്, നമ്മുടെ നാട്ടിൽ ബജറ്റ് അവതരിപ്പിച്ചതുകൊണ്ടാണ് നമുക്ക് വികസനം ഉണ്ടാവാതെ പോയത്. ഇതിലെ ചെറിയ ചില കാര്യങ്ങളിലൂടെ ആദ്യം പോകാം. അതുതന്നെ ഏത് തരത്തിൽ ജനതയെ സ്വാധീനിക്കുമെന്ന് നോക്കാം. നിരവധി കാര്യങ്ങളുണ്ട്, എണ്ണി പറയാൻ സാധ്യമല്ല. പെട്ടെന്ന് ശ്രദ്ധിച്ച ചെറിയ ചില കാര്യങ്ങൾ. ഒന്ന്, പ്രൈവറ്റ് ബസ്സുകൾ അടയ്ക്കേണ്ട ത്രൈമാസ നികുതി അത് 50% 50% കുറച്ചു. ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിടിച്ചു മേടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഓർഡിനറി ബസ്സുകളിലേക്ക് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ പ്രതിസന്ധി അനുഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് അവരടയ്ക്കേണ്ട നികുതി പകുതിയാക്കി കൊടുത്തിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ കരുതൽ എന്ന് പറയേണ്ടത്. ഗുരുദേവന് ഡൽഹിയിൽ ഒരു പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. സാധാരണഗതിക്ക് നമ്മുടെ നാട്ടിൽ പല പ്രതിമകളും ലോക സമാധാനത്തിന് വേണ്ടിയുള്ള സമ്മേളനവും ഒക്കെ നടത്തുമ്പോഴും അടയാളപ്പെടുത്തപ്പെടുന്ന ഒന്നാണിത്. കാരണം ഗുരുദേവൻ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആളല്ല. ഗുരുദേവന്റെ മഹത്വം ലോകം മുഴുവൻ പടരേണ്ടതുണ്ട്. അതിന് ഏറ്റവും മികച്ചത് ഡൽഹിയിൽ ഒരു പ്രതിമ സ്ഥാപിക്കുകയാണ്. അങ്ങനെ സ്ഥാപിച്ചാൽ സ്വാഭാവികമായും ആരാണ് ഇദ്ദേഹം എന്ന് ആളുകൾ അന്വേഷിക്കുന്ന കാലമുണ്ടാവും. നിസാരം 1 കോടി രൂപയെ മുടക്കുള്ളെങ്കിൽ പോലും അതിൻ്റെ സന്ദേശം ചെറുതല്ല. മലപ്പുറത്തെ താലൂക്ക് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കുന്നു. വാസ്തവത്തിൽ ഏറ്റവും അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറത്തെ ഒരു മെഡിക്കൽ കോളേജ് പോലും നല്ലതില്ല എന്നത് സങ്കടകരമാണ്. അവിടെയുള്ളത് ഒരു താലൂക്ക് ആശുപത്രിയാണ്. അതിന് ജനറൽ ആശുപത്രി പദവി കൊടുത്ത് അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റുമ്പോൾ വലിയ ഗുണമാണ് ആ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ മലപ്പുറത്തെ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിനെ നമ്മൾ കയ്യടിയോടെ സ്വീകരിക്കണം. കാരണം ഏറ്റവും അധികം ഫുട്ബോൾ പ്രേമികൾ ജീവിക്കുന്നത് മലപ്പുറത്താണ്. അവർക്ക് മറ്റെല്ലാ ആഘോഷങ്ങളെക്കാൾ വലുതാണ് ഫുട്ബോൾ. അതുകൊണ്ട് തന്നെ മലപ്പുറം ഒരു ഫുട്ബോൾ കേന്ദ്രമാക്കി മാറ്റിയാൽ, അന്താരാഷ്ട്ര കളികളെത്തിയാൽ അത് വലിയ വിജയമായി മാറും. വനിതകളെ പോലീസ് സ്റ്റേഷനിൽ SHOമാരായി കൂടുതൽ പേരെ നിയമിക്കുന്നു. പണ്ട് വനിതാ പോലീസ് എന്ന പേരിൽ വനിതാ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി നിയോഗിച്ചിരുന്നിടത്ത് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം മാറ്റി ഒരുമിച്ച് റിക്രൂട്ട് ചെയ്ത് വനിതകളെയും പോലീസ് സ്റ്റേഷനിലെ SHOമാരാക്കുക എന്നത് വിപ്ലവകരമായ ഒരു മാറ്റം തന്നെയാണ്. ഇപ്പോൾ പുരുഷന്മാരുടെ കുത്തകയാണ് പോലീസ് സ്റ്റേഷൻ ഭരണം. അവിടേക്കും സ്ത്രീകൾ വരട്ടെ. പേരിന് വേണ്ടി സ്ത്രീയെ കൊണ്ടിരുത്തുന്നതിന് പകരം യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷൻ അവിടെയുള്ള സകല ഓഫീസർമാരെയും നാട്ടുകാരെയും ഭരിക്കേണ്ട ബാധ്യത ആ സ്ത്രീകൾക്ക് കൊടുക്കട്ടെ. സെക്രട്ടേറിയറ്റ് ഫയൽ നീക്കങ്ങളുടെ തട്ടു കുറയ്ക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. ഒരാവശ്യമില്ലാതെ സെക്രട്ടറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയലുകൾ നീണ്ടുപോകും. ഒരു ഉദ്യോഗസ്ഥൻ്റെ അവധി അപേക്ഷ പോലും അദ്ദേഹത്തിന് നേരിട്ട് ഇടപെടുന്ന മേലുദ്യോഗസ്ഥന് കൊടുക്കാൻ പറ്റില്ല. അത് പല തട്ടുകൾ കയറി മുകളിൽ പോയി താഴേക്ക് വരണം. അതെല്ലാം ഒന്ന് റീവാമ്പ് ചെയ്യുക, അതിനുവേണ്ടി കമ്മീഷനെ വെക്കുക. അങ്ങനെ സെക്രട്ടേറിയറ്റിലെ പണികൾ എളുപ്പമാക്കും. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ ഈ 3 ക്ഷേത്രങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് തിരുപ്പതി മോഡൽ വികസനം. വാസ്തവത്തിൽ കൊട്ടിയൂരിന് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് കൊട്ടിയൂരിന് ഇത്രയേറെ പ്രസക്തി ഉണ്ടാകുന്നത്. വലിയ പരമ്പരാഗത ക്ഷേത്രമാണെങ്കിലും കൊട്ടിയൂരിലേക്ക്, ശബരിമലയിലേക്ക് വരുന്നത് പോലെ അല്ലെങ്കിൽ ഗുരുവായൂരിലേക്ക് വരുന്നത് പോലെ ഭക്തർ എത്താൻ തുടങ്ങുന്നത് ഇപ്പോഴാണ്. ആ വരുമ്പോൾ തന്നെ ആ സാധ്യത തിരിച്ചറിഞ്ഞ് 3നെയും ഒരു സർക്യൂട്ടാക്കി കരുതി വലിയ പരിഷ്കാരങ്ങളും തിരുപ്പതി മോഡൽ വികസനവും കൊണ്ടുവരുന്നു. സമാനമായ ക്ഷേമനിധി ബോർഡുകളെ സംയോജിപ്പിക്കുന്നു. നിരവധി ക്ഷേമനിധി ബോർഡുകളുണ്ട്. അവയൊക്കെ പേരിന് വേണ്ടി ഇങ്ങനെ പോകുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഇവ തമ്മിലുള്ള സമാനതകൾ പരിഹരിക്കാൻ
ആരും ശ്രമിച്ചിട്ടില്ല. എല്ലാ സാധാരണക്കാർക്കും ഏതെങ്കിലും ക്ഷേമനിധിയിൽ അംഗത്വമുണ്ടാകും. പക്ഷേ അത് ഇരട്ടിക്കരുത്. അതിനുള്ള നീക്കമാണ്. ഇതിനോടൊപ്പം വേണ്ടിയിരുന്നായിരുന്നു ഇത്തരം ബോർഡുകളും കോർപ്പറേഷനുകളും കമ്മീഷനുകളും ഒക്കെ ചുരുക്കണമായിരുന്നു. 40 കഴിഞ്ഞ എല്ലാവർക്കും ആരോഗ്യ ചെക്കപ്പ് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നടത്തേണ്ട ഒരു സാഹചര്യം. ഇത് വിദേശത്തൊക്കെ ഉള്ളതാണ്. നമ്മുടെ നാട്ടിൽ അത്തരം ഒരു ഇനിഷ്യേറ്റീവും ഇല്ല. സർക്കാർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത ആളുകളെ ആരോഗ്യ ചെക്കപ്പ് നടത്താനുള്ള നീക്കം. കൊച്ചിയിൽ ഒരു ഫിലിം സെറ്റ് കൊണ്ടുവരുന്നു. ചലച്ചിത്രമേളയ്ക്ക് സ്ഥിരം സംവിധാനം കൊണ്ടുവരുന്നു. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ. ഞാൻ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിലേക്ക് പോകുന്നേയില്ല. റബ്ബർ വില 250 രൂപയാക്കാനുള്ളത് സാധാരണ മലയോര കർഷകർക്ക് വലിയ ആശ്വാസമാണ്. അത്തരത്തിൽ ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. ഈ പ്രഖ്യാപനങ്ങളിലൊന്നും പോവാതെ സാധാരണ മനുഷ്യർക്കിടയിൽ മാറ്റം വരുത്തുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് മാത്രം. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ബജറ്റിൻ്റെ പ്രത്യേകത വിഷനുണ്ട്. അത് ദീർഘകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് ഗുണം ചെയ്യും എന്നതാണ്. അതിൽ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാതിരിക്കാൻ നിവൃത്തിയില്ല. ആദ്യത്തെ, എല്ലാ തീരദേശ നിവാസികൾക്കും പട്ടയം കൊടുക്കുമെന്നതാണ്. തീരദേശത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ തീരദേശ നിവാസികൾക്ക് പട്ടയം കൊടുത്തില്ലെങ്കിൽ, കാരണം ഇത് കടലിനോട് ചേർന്ന് നിൽക്കുന്നതാണ്, തീരദേശ സോണിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പല സാങ്കേതിക പ്രശ്നം കൊണ്ട് അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി അവിടെ പട്ടയം ഉറപ്പാക്കുന്നു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ആകപ്പാടെ വേണ്ടത് ഈ പട്ടയം കിട്ടുന്ന ആളുകൾ അത് ഏലിനേറ്റ് ചെയ്യാൻ, അത് കൊടുക്കാൻ അനുമതി കൊടുക്കരുത്. പലപ്പോഴും റിസോർട്ട് ഉടമകൾ വന്നത് വാങ്ങിക്കൊണ്ട് പോകും. അത്തരം സാഹചര്യം കൂടി ഒഴിവാക്കേണ്ടതുണ്ട്. കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കണ്ട് വളരെ നിസ്സാരമായ കാര്യമാണ്. പക്ഷെ അതിന് ഇമ്പാക്റ്റ് നിസ്സാരമല്ല. കെയർ ഗിവർ എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും അധികം ഡിമാൻഡുള്ള ഒരു തൊഴിലാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇതിന് ആളെ കിട്ടാനില്ല. എന്തിനേറെ നമ്മുടെ നാട്ടിൽ പോലും കെയർ ഗിവർമാരെ കിട്ടാനില്ല. നമ്മുടെ വീടുകളിലൊക്കെ പ്രായമായി വരുമ്പോൾ പഴയ പോലല്ല, ആളുകൾ നോക്കാൻ ആരെങ്കിലും വേണം. വീട്ടിലുള്ളവരൊക്കെ വിദേശത്തായിരിക്കും. ഇനി ഉണ്ടെങ്കിൽ തന്നെ പഴയതുപോലെ മക്കൾക്ക്, ആ കുടുംബത്തിലുള്ളവർക്ക് ശാസ്ത്രീയമായി നോക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒരു കെയർ ഗിവർ വേണം ഇവരെ നോക്കാൻ. പക്ഷേ അതിനുള്ള സംവിധാനമില്ല. കെയർ ഏജൻസിമാരുണ്ട്. വലിയ ഡിമാൻഡാണ്. 35,000-40,000 രൂപയൊക്കെയാണ് ഒരു കെയർ ഗിവറെ ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ളൊരു ഇടമാണ്. നാട്ടിലും കിട്ടും തൊഴിൽ, വിദേശത്തും കിട്ടും. വിദേശത്ത് കെയർ ഗിവർ വിസ ലോകത്തെല്ലായിടത്തുമുണ്ട്. ഇസ്രായേലിലൊക്കെ മലയാളികൾ പോകുന്ന കെയർ ഗിവർ ആവാനാണ്. ബ്രിട്ടനിലടക്കം എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതിന് സർക്കാർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ചെറിയ കാലയളവിലെ പഠനം മതി. അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടും. നിസ്സാരമായ കാര്യം. സർക്കാർ ഉദ്ദേശിച്ചാൽ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം. അങ്ങനെ കെയർ ഗിവർ എന്ന് പറയുന്ന ഒരു പുതിയ തൊഴിൽ സെക്ടർ കൊണ്ടുവന്ന് അനേകം പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു ആശയം എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. മിഷൻ സമുദ്ര നോക്കൂ. മിഷൻ സമുദ്ര എന്ന് പറയുന്നത് അദ്ദേഹം വളരെ കൃത്യമായി കേരളത്തിൽ നിന്നാണ് 600 കിലോമീറ്റർ തീരദേശമുണ്ട്. 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലും 17 നോൺ മേജർ തുറമുഖങ്ങളുമുണ്ട്. ഇവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് മിഷൻ സമുദ്രം നടപ്പിലാക്കും. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി വിഭാവന ചെയ്യുക. ഈ സമുദ്രം എന്ന് പറയുന്നത് അനന്തമായ സാധ്യതകളെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ വരുമാനം ഉണ്ടാക്കാനുള്ള വഴിയാണ്. ബജറ്റിന് 11 മുതൽ 16 വരെ ഇതേക്കുറിച്ച് തന്നെ വിശദീകരിച്ചിരിക്കുന്ന പദ്ധതിയാണ്. ഏവിയേഷൻ ഹബ്ബ്, വർദ്ധിച്ചു വരുന്ന വ്യോമയാന ആവശ്യകത, കയറ്റുമതി, ലോജിസ്റ്റിക്സ്, വിനോദസഞ്ചാര മേഖലയിലെ സാധ്യതകൾ എന്നിവ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെയും കേന്ദ്രീകരിച്ച് കേരളത്തിൽ ഏഷ്യയിലും പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബായി വികസിപ്പിക്കാനുള്ള വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. അതായത് വിമാനത്താവളങ്ങൾ ഈ ലോജിസ്റ്റിക്കിന് നിർണായകമാണ്. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, കണക്ടിവിറ്റി ഉണ്ടാക്കി കൊടുക്കുക, അതിന് പറ്റിയ ഈ വിമാനത്താവളങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വ്യവസായ സ്റ്റോറേജ് സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, വിമാന അറ്റകുറ്റപ്പണി പരിപാലന മേഖലയെ ശക്തിപ്പെടുത്തുക, കാർഷിക മത്സ്യഫാർമ മേഖലയിൽ കയറ്റുമതി ശക്തിപ്പെടുത്തുക. ഇങ്ങനെ നിരവധി പദ്ധതികളുണ്ട്. ഇൻവെസ്റ്റ് കേരള, മികച്ച മനുഷ്യവിഭവശേഷി, ഉയർന്ന സാക്ഷരത, മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സൂചികകൾ, ശക്തമായ ഉപഭോക്തൃ വിപണി, സാമൂഹിക സ്ഥിരത എന്നിവ കേരളത്തിന് വലിയ ശക്തിയിലാണ്. എന്നാൽ ഭൂമി ലഭ്യതയിലെ പരിമിതികൾ, ഉയർന്ന ഭൂവിലെയും വേതന നിരക്കും നടപടിക്രമണ കാലതാമസം എന്നീ ഘടകങ്ങൾ കേരളത്തെ നിക്ഷേപ സൗഹൃദമല്ലാതാക്കാൻ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ തടസ്സങ്ങൾ മാറിയാൽ മാത്രമേ സാമ്പത്തിക വളർച്ചയ്ക്കും സമഗ്ര പ്രാദേശിക വികസനം ആകാൻ സാധിക്കും. ഇതിനായി ഡാറ്റ അധിഷ്ഠിത ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ ഒരു പ്രത്യേക സെൽ രൂപീകരിക്കും. ഭൂമി ഏറ്റെടുക്കുന്നതിന് നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് സമയബന്ധിത സ്വത്തര നടപടി ന്യായീകരിക്കും. നിക്ഷേപകർക്ക് ആവശ്യമായ ഭൂമി, നിയമപരമായ വിവിധ അനുമതികൾ, നിക്ഷേപാനത്തിന് പിന്തുണ എന്നിവ ഓരോ ഘട്ടത്തിൽ ഉറപ്പുവരുത്താൻ ഒരു ഏകജാലക സംവിധാനം ഇൻവെസ്റ്റ് കേരള സെൽ. ഇതിന് മാർഗരേഖ, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് പ്രോട്ടോക്കോൾ നടപ്പിലാക്കും. അതായത് ഈ ഇൻവെസ്റ്റ് കേരള എന്ന് പറയുന്നൊരു സെല്ലുണ്ടാക്കി ആരിവിടെ നിക്ഷേപത്തിന് വന്നാലും അവർക്ക് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കൂടാതെ ഇൻവെസ്റ്റ് അഡ്വൈസറി കൗൺസിൽ എന്ന പേരിൽ ബന്ധപ്പെട്ട മേഖലയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തും. കേരള MSME ഗ്രോത്ത് സ്കീം, ചെറുകിട വ്യവസായങ്ങളെ വളർത്താൻ വേണ്ടി ഒരു പ്രത്യേക സ്കീം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിലെ തടസ്സങ്ങളെല്ലാം പരിഹരിക്കുന്ന തരത്തിലായിരിക്കും അത് ചെയ്യുന്നത്. വൺ കേരള കരുതൽ മിഷൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇതൊരു ക്ഷേമ പദ്ധതിയാണ്, പക്ഷേ മനോഹരമാണ്.
മാരക രോഗങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കാത്തതും കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം ലഭ്യമാകുന്നതിന് കഴിയാത്ത തരത്തിൽ സാമ്പത്തിക പരാധീനതയും അനുഭവിക്കുന്ന ഒരു വിഭാഗം ഇന്നും കേരളത്തിലുണ്ട്. വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഒരു മനുഷ്യൻ്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കുന്നത് ഒന്ന് രോഗം വരുമ്പോഴാണ്. നമ്മളിങ്ങനെ ഒരുവിധം മുമ്പോട്ട് പോകും. രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളെ തകർക്കാൻ ഈ സ്വകാര്യ ആശുപത്രികൾ, അവയം വരെ മോഷ്ടിക്കുന്ന സ്വകാര്യ ആശുപത്രികൾ നമ്മളെ കൊന്നു കൊലവിളിക്കും. ഉള്ളതെല്ലാം പണയപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ മാരക രോഗം വരുന്ന പാവപ്പെട്ടവർ, വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പാവപ്പെട്ടവർ, ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരെയും സംരക്ഷിക്കാൻ ഒരു പ്രത്യേക മിഷൻ കൊണ്ടുവരുന്നു. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അർഹരായ ഗുണഭോക്താക്കൾക്ക് സഹായം നേരിട്ടെത്തിക്കാനുള്ള സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. സർക്കാരിതര സംഘടനകൾ, CSR ഫണ്ടുകൾ, സ്ഥാപനങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്നുള്ള സഹായം എന്നിങ്ങനെ സംഭാവനയായി ലഭിക്കുന്ന ഓരോ രൂപയും അർഹരായവരിൽ തന്നെ എത്തിച്ചേരണം എന്ന സുതാര്യതയും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായിരിക്കും മിഷൻ്റെ അടിസ്ഥാനം. ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ സമ്പന്നരായ ഒരുപാട് മനുഷ്യരുണ്ട്. എന്നെ കേൾക്കുന്ന നിരവധി പേരുണ്ട്. നമുക്ക് ജീവിക്കാനുള്ള സ്വത്തുണ്ട്, നമ്മുടെ കുടുംബത്തെ നോക്കാനുള്ള സ്വത്തുണ്ടെങ്കിൽ നമുക്ക് മിച്ചമുണ്ട്. ആ മിച്ചം നമ്മൾ കരുതലായി വെക്കുന്നുണ്ടെങ്കിലും നമുക്ക് വിശ്വാസമുള്ളൊരു സംവിധാനമുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ചെലവഴിക്കും. പക്ഷെ ഇപ്പോൾ സർക്കാരിന് കൊടുത്താൽ അത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കണം, മുഖ്യമന്ത്രി അത് പുട്ടടിക്കും. ആ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം മാറി. കരുതൽ മിഷൻ എന്ന പേരിൽ ഒരു പുതിയ സ്കീം കൊണ്ടുവരുന്നു. പണമുള്ളവർക്ക് പണം കൊടുക്കാം, CSR ഫണ്ട് സ്വീകരിക്കാം. എന്നിട്ട് ചികിത്സ ആവശ്യമുള്ള മനുഷ്യർ, വിദ്യാഭ്യാസത്തിന് ആവശ്യമുള്ള മനുഷ്യർ അവർക്ക് കൊടുക്കും. ഇതിൽ രാഷ്ട്രീയം കടന്നു വരരുത്, അഴിമതി വരരുത്. പക്ഷെ അത് വലിയ ഒരു സംഭവമായി കാണേണ്ടിയിരിക്കുന്നു. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ ഭാവിയിൽ തൊഴിലവസരങ്ങളെ കൂടുതൽ യോജിപ്പിക്കുകയും ചെയ്യുന്നതിനായി സർക്കാർ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്ന പരിപാടി നടക്കുന്നത്. അതായത് ജോബ് കണ്ടുപിടിക്കാനുള്ള പരിപാടിയാവുന്നു. സ്പേസ് ഇക്കണോമി ഉണ്ട്, കേരള നോളജ് വാലി ഉണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവരുന്നു. ഉന്നത വിദ്യാഭ്യാസ പ്രധാന ലക്ഷ്യമാക്കി കേരള നോളജ് വാലി കൊണ്ടുവരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ സംവിധാനം ഉണ്ടാക്കുന്നു. സ്വകാര്യ വാഴ്സിറ്റികളെ കൊണ്ടുവരുന്നു. വിദേശ സർവകലാശാലകളെ കൊണ്ടുവരുന്നു. കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി, റിസർച്ച് പാർക്ക്, കേരള സിൽവർ ഇക്കണോമി. സിൽവർ ഇക്കണോമി എന്ന് പറഞ്ഞാൽ വൃദ്ധരായ മനുഷ്യരെ, വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമേ വയോജന വകുപ്പ് രൂപീകരിച്ചതിൻ്റെ ആദ്യ സംസ്ഥാനം കേരളം. ഇതിന് അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ട് ഈ വയോജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ. കെയർ ഗിവർ പദ്ധതി ഞാൻ നേരത്തെ പറഞ്ഞു. ഭൂനിയമങ്ങളിലെ പരിഷ്കാരം. ഇപ്പോൾ ഭൂനിയമങ്ങളിൽ നമുക്ക് ഈ മതിപ്പ് വില നിർണ്ണയിക്കുകയാണ്. അത് മുഴുവൻ അഴിച്ചു പണിയാൻ പോവുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോണുകൾ കൊണ്ടുവരുന്നു. കേരളം എന്ന ബ്രാൻഡ് വളർത്തിയെടുക്കുന്നു. ഈ പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പ്രവാസികൾ വാസ്തവത്തിൽ നാടിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അവർക്ക് വിശ്വാസം ഉണ്ടാവണം. ആ പ്രവാസികൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രത്യേക സംവിധാനം ഉണ്ടാക്കുന്നു. അവർക്ക് ഗുണമുണ്ടാവും, നാടിനും ഗുണമുണ്ടാവും. ആരോഗ്യം, ടൂറിസം, വിദ്യാഭ്യാസ മേഖലയിൽ ഡെസ്റ്റിനേഷൻ കേരളം എന്ന സങ്കല്പം കൊണ്ടുവരിക. ടൂറിസത്തെ വ്യവസായമാക്കി മാറ്റുന്നുണ്ട്. കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ എത്തിക്കാനും, കേരളത്തിലേക്ക് ചികിത്സയ്ക്ക് ആളെ എത്തിക്കാനും, കേരളത്തിലേക്ക് വിദ്യാഭ്യാസത്തിന് ആളെ എത്തിക്കാനുമുള്ള ശ്രമം അത് ഫലപ്രദമായി ചെയ്താൽ, ഉന്നത നിലവാരമുള്ളത് ചെയ്താൽ തീർച്ചയായും കേരളത്തിന് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാവും. ജെൻസി ന്യൂ ജനറേഷൻ ഇക്കണോമിക് ആക്ടിവിറ്റികൾക്ക് വേണ്ടി, അത് പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള നീക്കം. കേരള നോളജ് വാലി, കേരള അർബൻ ഗ്രോത്ത് മിഷൻ, പാചകകല. കേരളത്തിന് കൃത്യമായ പാചകമുണ്ട്, പാചകകലയുണ്ട്. അത് ലോകത്ത് മുഴുവൻ എത്തിക്കാനും പറ്റും. നമ്മുടെ പ്രമുഖന്മാർ തന്നെ, നമ്മുടെ ഷെഫ് പിള്ളയെ പോലുള്ളവരൊക്കെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇത് രംഗത്ത് കൊണ്ടുവരാൻ പറ്റും. കേരള ഡിസാസ്റ്റർ റെസിലിയൻസ് പ്രോഗ്രാം, കേരള സ്കൂൾ ഓഫ് പ്ലാനിംഗ്, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ. ഇതൊക്കെ സാധാരണ പ്രഖ്യാപനങ്ങളാണ്, അതിലേക്ക് പോകുന്നില്ല. ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ്, പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് ഉണ്ടാക്കുന്നു. ഗോൾഡ് ഹബ്ബ്, തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ, ജെൻ ന്യൂ ജെൻ ടെക്നോളജി. ഇങ്ങനെ വലിയ വിഷനോടുകൂടി ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കും. ഇതൊക്കെ തുടക്കം മാത്രമാണ്. ഒറ്റയടിക്ക് ഒരു വർഷം നടത്താനുള്ളതല്ല. വരും കാലങ്ങളിൽ, വരുന്ന 5 വർഷം കൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ഉയർത്താനും തൊഴിൽ സൃഷ്ടിക്കാനുമുള്ള കൃത്യമായ ഭാവനയിലുള്ള ബജറ്റാണ്. മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ.